ഹായ്, എൻ്റെ പേര് സഞ്ജു. ഞാനിവിടെ റീഗ്രോത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിരുന്നായിരുന്നു. ഞാൻ ഒക്ടോബറിലായിരുന്നു കഴിഞ്ഞ വർഷമാണ് ചെയ്തത്. ആദ്യം വരുമ്പോൾ എൻ്റെ മുടി വളരെ മോശമായിരുന്നു. ഒട്ടും മുണ്ടമില്ല, കെട്ടിയില്ല, ഭയങ്കര ഡാമേജും ഹെയറൊക്കെ ആയിരുന്നു. സബിൻ ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴുള്ള മുടിയുടെ അവസ്ഥ ഇതായിരുന്നു. മുടി നന്നായിട്ട് കൊഴിഞ്ഞ് അയച്ചിടാനോ കെട്ടി വയ്ക്കാനോ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. നല്ല തിന്നായിട്ട് പഞ്ഞി വെളുത്ത മുടിയായിരുന്നു. മുടി അഴിച്ചിട്ടോ കെട്ടിവെച്ച് എവിടെയെങ്കിലും പോകാനോ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ പറ്റാത്ത വിഷമത്തിലായിരുന്നു ആള്. ഈ മുടി എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ഞങ്ങൾ ഈ മുടിയെ റീഗ്രോത്ത് റിപ്പയർ ട്രീറ്റ്മെൻറ്റിലൂടെ നല്ല ഹെൽത്തിയും തിക്നെസ്സുമുള്ള ഈ ലുക്കിലേക്ക് മാറ്റി. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ പോയിട്ട് 6 മാസം കഴിഞ്ഞു രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നതാണ്. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മുടിക്ക് വന്നത് നല്ല കട്ടിപ്പും ഹെയർ ഗ്രോത്ത് ഉണ്ട്. മുടിയായാലും കാണാനും എല്ലാത്തിനും നമുക്ക് പുറത്ത് പോകാൻ ഒരു കോൺഫിഡൻസ് വേണ്ടിയിട്ടുണ്ട്. മുടി അയച്ചിട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാവരും ഗുണങ്ങളും മുടിക്ക് ആ ഒരു മാറ്റം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 4ാമത്തെ സിറ്റിങ്ങിന് സബിൻ നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഉള്ള മുടിയുടെ വളർച്ചയാണിത്. ഇപ്പോൾ ഉള്ള മുടിയുടെ ആ ലെങ്തും വന്നപ്പോൾ ഉണ്ടായിരുന്ന മുടിയുടെ അവസ്ഥയും വെച്ച് നോക്കുമ്പം ശരിക്കും എൻറ്റയർലി ഡിഫറൻസ് ആയിട്ടുണ്ട് കേട്ടോ. മുടി നല്ല വ്യത്യാസമായിട്ടുണ്ട്. നല്ല നീളം വെച്ച് പഴിച്ചിട്ടാലും ഞങ്ങൾക്ക് ഇതൊക്കെ വൃത്തിയുടെ അധികം ഫീൽ ആവണില്ല. അന്ന് അഴിച്ചിടാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഇവിടെ കൊണ്ടുവന്നത്. ആണേലും ഓട്ടിയെന്നാണേലും നമ്മുടെ ആ പഴയ പിരിവിരിപ്പ് ഇപ്പം ഫീൽ ആവണില്ല അല്ലേ? ആദ്യം ഇവിടെ കുറെ വന്ന സമയത്ത് നല്ല പിരിവിരിപ്പല്ലായിരുന്ന മൊത്തം പിരിവിരാന്ന് കിടന്നൊരു മുടിയായിരുന്നു. പക്ഷെ ഇപ്പൊ രണ്ടാമത് നമുക്ക് ആ ഓട്ടിയെന്ന് വളർന്നു വന്നേക്കണേന് ശരിക്കും കട്ടിപ്പില്ലേ? ഇല്ലേ? താഴോട്ട് മാത്രം ആ നീളം മാത്രം വന്നേക്കണുണ്ട്. പിന്നെ നിങ്ങളിപ്പോ എവിടെയാ വർക്ക് ചെയ്യണേ? എവിടെയാ? ദുബായിലല്ലേ വർക്ക് ചെയ്യണേ? പിന്നെ അവിടുത്തെ വെള്ളത്തിന്റെ ഉണ്ട്. പിന്നെ നമുക്കത് കെയറിംഗ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, എന്നിട്ടും കൂടി ഇത്രയും കിടക്കണുണ്ടല്ലോ. അത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം കേട്ടോ. ആദ്യം ഓർക്കണുണ്ടോ നമുക്കിവിടെ ഓട്ടി കാണത്തില്ലായിരുന്നാ? അല്ലേ? ഓട്ടി കാണാവുന്ന ഒരു സ്റ്റേജിലാണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷെ ഇപ്പൊ ശരിക്കും ആ ഓട്ടി കാണാത്ത രീതിയിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് നമുക്ക് മുടി വന്നിട്ടുണ്ട് അല്ലേ? ആ ഊരി പോകുന്ന മുടി ഊരാണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തിക്കായനെ മുടിയാണ്. അവിടെ ഭയങ്കര ഊരിലായിരുന്നു. തണുപ്പ് തുടങ്ങിയപ്പോ എല്ലാവരും പറയണ്ട എല്ലാവരും മുടി സമയത്താകുമ്പോഴത്തേക്കും പോകും. സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പോരുമായിരുന്നു. വെള്ളവും അവിടുത്തെ ക്ലൈമറ്റിന്റെ ആ ഒരു വ്യത്യാസം കൂടെ വന്നു ഊരിലായിരുന്നു. പക്ഷെ എന്നാലും പല മുടിയുണ്ടോ? ആ കുറച്ചുകൂടെ നല്ല മുടി, നല്ല തിക്കായിട്ട് നീളത്തി മുടി കിട്ടിയല്ലേ അല്ലേ? എന്നും ട്രാവലൊക്കെ ആയതുകൊണ്ട് ഈ മുടി കെയർ ചെയ്യാൻ സാധിക്കണില്ല. പക്ഷെ എന്തോന്നപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജിലുള്ളൊരു മുടി ഇപ്പോൾ ഉള്ള മുടിയും കാണുമ്പോൾ ശരിക്കും നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും ആയി കിട്ടിയല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഹെയർ റീഗ്രോത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇപ്പം നിലവിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ പറയാണ്ട് പോവില്ലല്ലോ. ഫുൾ സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഓക്കെ.